തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നാണ് മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ. ദിവസേന ആയിരക്കണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരും വിദ്യാർത്ഥികളും ജീവനക്കാരും സാധാരണ യാത്രക്കാരും ഈ റോഡ് ഉപയോഗിക്കുന്നു. തിരക്കേറിയ റോഡ് സുരക്ഷിതമായി മുറിച്ചു കടക്കുന്നത് പലർക്കും വലിയ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ എസ്കലേറ്റർ സൗകര്യത്തോടുകൂടി കാൽനട മേൽപ്പാലം നിർമ്മിക്കാനുള്ള പദ്ധതി തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സ്ഥലത്തു കൂടിയാണ് ഭാവിയിൽ തിരുവനന്തപുരം മെട്രോ റെയിൽ കടന്നുപോകാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ആയതിനാൽ ഈ പുതിയ നിർമ്മാണം ഇപ്പോൾ ചർച്ചയാകുകയാണ്. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കാൽനട മേൽപ്പാലം നിർമ്മിക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന റോഡ് സുരക്ഷാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും തുടർന്ന് സാധ്യതാ പഠനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അംഗീകൃത ഏജൻസികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിക്കാൻ നഗരാസൂത്രണ സ്ഥിരസമിതി തീരുമാനിച്ചു. പിന്നീട് ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗവും ഈ തീരുമാനത്തിന് അംഗീകാരം നൽകി. ഇപ്പോൾ പദ്ധതി പ്രാരംഭഘട്ടത്തിലാണ്. ആദ്യം സ്ഥലത്തിന്റെ സാഹചര്യം, നിർമ്മാണ സാധ്യത, ചെലവ്, ഗതാഗതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നിവ വിശദമായി പഠിക്കും. അതിനുശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ. എന്നാൽ ഈ നീക്കത്തോടൊപ്പം ഒരു പ്രധാന ചോദ്യവും ഉയരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ വഴി ഭാവിയിൽ തിരുവനന്തപുരം മെട്രോ റെയിൽ കടന്നുപോകുന്ന അലൈൻമെന്റ് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കഴക്കൂട്ടം, കാര്യവട്ടം, ശ്രീകാര്യം, ഉള്ളൂർ മെഡിക്കൽ കോളേജ്, പട്ടം, പാളയം, തമ്പാനൂർ, പാപ്പനംകോട് എന്നിവ ബന്ധിപ്പിക്കുന്ന പ്രധാന മെട്രോ റൂട്ടിലാണ് ഈ ജംഗ്ഷൻ ഉൾപ്പെടുന്നത്. മെട്രോ പദ്ധതിയിൽ ട്രെയിൻ ഭൂമിക്ക് മുകളിലൂടെ തൂണുകളിലായാണ് സഞ്ചരിക്കുക. ആയതിനാൽ അലൈൻമെന്റിലുള്ള സ്ഥലങ്ങളിൽ വലിയ നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ ഭാവിയിലെ മെട്രോ പദ്ധതിയെ ബാധിക്കുമോ എന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കാൽനട മേൽപ്പാലം നിർമ്മിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഈ രണ്ട് പദ്ധതികളും ഒരേ സ്ഥലത്ത് എങ്ങനെ ഒരുമിച്ച് നടപ്പാക്കുമെന്ന കാര്യത്തിൽ കോർപ്പറേഷൻ ഇതുവരെ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല. ഭാവിയിൽ മെട്രോ നിർമ്മാണത്തിന് തടസ്സമാകാതെയാണ് മേൽപ്പാലം രൂപകൽപ്പന ചെയ്യുന്നതോ അതോ പിന്നീട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ എന്ന കാര്യത്തിലും വ്യക്തത ലഭിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ കാൽനട മേൽപ്പാലം വേണമെന്ന ആവശ്യം പുതിയതല്ല. വർഷങ്ങളായി രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും ഈ ആവശ്യം ഉന്നയിച്ചു വരികയാണ്. തിരക്കേറിയ റോഡിലൂടെ വാഹനങ്ങൾക്കിടയിൽ നിന്ന് കടക്കേണ്ടി വരുന്നത് അപകട സാധ്യത വർദ്ധിക്കുമെന്നാണ് പലരുടെയും പരാതി. പ്രായമായ രോഗികൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകൾക്കും റോഡ് മുറിച്ചു കടക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ആയതിനാൽ സുരക്ഷിതമായ റോഡ് കടക്കാൻ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് വലിയ പിന്തുണയുണ്ട്. എന്നാൽ മുമ്പ് പലതവണ ആ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോഴും മെട്രോ റെയിൽ പദ്ധതിയെ ചൂണ്ടിക്കാട്ടി അത് മാറ്റിവെക്കുകയായിരുന്നു. ഭാവിയിൽ മെട്രോ നിർമ്മാണം നടക്കാനിരിക്കുന്നതിനാൽ പുതിയ സ്ഥിര നിർമ്മാണങ്ങൾ ഒഴിവാക്കണമായിരുന്നു എന്നതാണ് നിലപാട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും അതേ പദ്ധതി പരിഗണിക്കുന്നത് പലരെയും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഇതിനൊപ്പം കിഴക്കേക്കോട്ടയിൽ സ്വകാര്യ ബസ്സുകൾക്കായി പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനും കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് ഈ നടപടികളും മുന്നോട്ടു പോകുന്നത്. അതേസമയം മെഡിക്കൽ കോളേജ് വാർഡ് കൗൺസിലർ SS സിന്ധു ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാൽനട മേൽപ്പാലം നിർമ്മിക്കാനുള്ള തീരുമാനം സംബന്ധിച്ച് കോർപ്പറേഷനിൽ നിന്ന് തനിക്ക് ഔദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. മെഡിക്കൽ കോളേജ് ജംഗ്ഷന്റെ ഒരു ഭാഗം മെഡിക്കൽ കോളേജ് വാർഡിലും മറ്റൊരു ഭാഗം പട്ടം വാർഡിലുമാണ് ഉൾപ്പെടുന്നത്. ആയതിനാൽ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് ജനപ്രതിനിധികളുമായി കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും അഭിപ്രായമുണ്ട്. നഗരത്തിലെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ കാൽനട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം ഭാവിയിൽ നടക്കാനിരിക്കുന്ന മെട്രോ പോലുള്ള വലിയ പദ്ധതികളുമായി യാതൊരു തർക്കവും ഉണ്ടാകാതെയും നിർമ്മാണങ്ങൾ മുന്നോട്ടു പോകേണ്ടതുണ്ട്. അതിനായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കുകയും വ്യക്തമായ ആസൂത്രണം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ എസ്കലേറ്ററോടുകൂടി കാൽനട മേൽപ്പാലം നിർമ്മിക്കാനുള്ള കോർപ്പറേഷന്റെ നീക്കം ഒരു വശത്ത് ജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സഹായമായേക്കാം. എന്നാൽ ഇതേ പ്രദേശത്ത് ഭാവിയിൽ മെട്രോ റെയിൽ പദ്ധതിയും നടപ്പാക്കാനിരിക്കുന്നതിനാൽ രണ്ട് പദ്ധതികളും എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ വ്യക്തത ആവശ്യമാണ്. സാധ്യതാ പഠനത്തിനും തുടർ ചർച്ചകൾക്കും ശേഷമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ. അതുവരെ ജനങ്ങളുടെ സുരക്ഷയും നഗരത്തിന്റെ ഭാവി വികസനവും ഒരുപോലെ പരിഗണിച്ചുള്ള തീരുമാനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.